5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ചുവെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ എന്നിവർക്കും മറ്റു പേരുകളെ ചൊല്ലി മുസ്ലിം ലീഗിൽ ആശങ്കയുണ്ട്. പാറക്കൽ അബ്ദുള്ള മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കില്ല. കെ എം ഷാജിയും പി കെ ബഷീറും മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നു. അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കണമെന്ന് പാണക്കാട് കുടുംബത്തിന് ആഗ്രഹമുണ്ട്. കാസർഗോഡ് ജില്ലയ്ക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം കലക്ടർ മൈൻ ഹാജിയും എ കെ എം അഷ്റഫ് അടക്കമുള്ള നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ഇപ്പോൾ വരുന്ന പുതിയ വിവരം ഒരു മന്ത്രിസ്ഥാനത്തിൽ ടേം വ്യവസ്ഥ നടപ്പിലാക്കാൻ നേതൃത്വം ആലോചിക്കുന്നു എന്നാണ്. എ കെ എം അഷ്റഫും വി അബ്ദുൽ ഗഫൂറും മന്ത്രിസ്ഥാനം പങ്കിട്ടേക്കും. അന്തിമ തീരുമാനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുക്കും. ഭരണപരിഷ്കാര കമ്മീഷൻ സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ വേണ്ട എന്നും നേതാക്കൾക്കിടയിൽ ധാരണയായിട്ടുണ്ട്. വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒപ്പം റാഹിസ് റഷീദും നമ്മളോടൊപ്പമുണ്ട്. ആദ്യം വി എസ് രഞ്ജിത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വി എസ് രഞ്ജിത്ത്, ഈ അവസാന നിമിഷത്തെ ട്വിസ്റ്റ് 5 സ്ഥാനമാണ്. അത് 6 പേർക്കായി പങ്കിടണമോ, ടേം വ്യവസ്ഥ വേണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയുണ്ട്. പാറക്കൽ അബ്ദുള്ള ഉറപ്പിച്ചിട്ടുണ്ടോ? മറ്റാരായിരിക്കും അതിൽ നിന്ന് മാറി നിൽക്കുക? മാധു, ഇപ്പോൾ ലീഗിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്. പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം ഈ കാര്യത്തിൽ മന്ത്രിമാരാരൊക്കെ എന്ന കാര്യത്തിൽ തങ്ങളെ ചുമതലപ്പെടുത്തും എന്നാണ് തങ്ങൾ അല്പം മുമ്പ് കയറിപ്പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5 മന്ത്രിമാർ എന്ന കാര്യത്തിൽ ലീഗ് ഉറപ്പിക്കുമ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് 4 മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് റാങ്കും എന്നൊരു ഉപാധി ഇപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് ഇതുവരെ തയ്യാറായിട്ടില്ല. 5 മന്ത്രിമാർ എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ ഒരു സ്വാഭാവികമായിട്ടും പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാവും, എൻ ഷംസുദ്ദീൻ മന്ത്രിയാകും എന്ന കാര്യം ഉറപ്പാണ്. മറ്റു പേരുകളിൽ ഇപ്പോൾ പി കെ ബഷീർ അല്ലെങ്കിൽ കെ എം ഷാജി എന്നിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നതും. അതുപോലെ തന്നെയാണ് അബ്ദുൽ ഗഫൂറിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം. എന്നാൽ കാസർഗോഡിന് ഒരു പ്രതിനിധി വേണം എന്നുള്ള കാര്യം ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ എ കെ എം അഷ്റഫിന്റെ പേരുണ്ട്. ഇത്തരത്തിൽ പല പേരുകൾ മാറി മറിഞ്ഞു വരുന്നു. 5 മന്ത്രിമാരുണ്ട് എങ്കിൽ അത് പി കെ കുഞ്ഞാലിക്കുട്ടിയും എൻ ഷംസുദ്ദീനും കെ എം ഷാജിയും അതുപോലെ തന്നെ ഇപ്പോൾ കലക്ടർ മൈൻ ഹാജി എ കെ എം അഷ്റഫ് അല്ലെങ്കിൽ അബ്ദുൽ ഗഫൂർ എന്നുള്ളതാണ്. അബ്ദുൽ ഗഫൂറിനായിരിക്കും സ്ഥാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഹീസ് റഷീദ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുമെന്ന് തോന്നുന്നു. ഏതായാലും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് 5 മന്ത്രിമാർ എന്നിടത്ത് ഉറച്ചു നിൽക്കുമ്പോഴും യു ഡി എഫിനകത്തൊരു സമ്മർദ്ദം ലീഗിന് ഇപ്പോൾ വരുന്നുണ്ട്. 4 മന്ത്രി പദവി, ഒരു ക്യാബിനറ്റ് റാങ്ക്. ആ ക്യാബിനറ്റ് റാങ്ക് മുനീർ സാഹിബിന്, എം കെ മുനീറിന് കൊടുക്കും എന്ന രീതിയിലാണ്. 5 മന്ത്രിമാർ എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ലീഗ് ഇതുവരെ തയ്യാറായിട്ടില്ല. അല്പം മുമ്പ് കെ എം ഷാജി ഉൾപ്പെടെ കയറി പോകുമ്പോൾ 5 മന്ത്രി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും എന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മറ്റു മന്ത്രിമാരും പി എം എസ് ആറും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമൊക്കെ ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഒരു 4 മന്ത്രി എന്ന രീതിയിൽ ലീഗിനെ സമ്മർദ്ദപ്പെടുത്തി 20 MLA ഉള്ളപ്പോൾ 5 മന്ത്രിസ്ഥാനം എന്നുള്ളതായിരുന്നു മുൻപുണ്ടായിരുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 22ആയി ഉയർന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ MLA മാരുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉള്ളതിനേക്കാൾ കുതിച്ചുചാട്ടമുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആനുപാതികമായിട്ടല്ല വിഭജനം എന്നൊരു മനസ്ഥിതി കോൺഗ്രസിനുള്ളിലുണ്ടോ? തീർച്ചയായിട്ടും അത്തരമൊരു വാദം ഉയർന്നു വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് ഇപ്പോഴും യു ഡി എഫിനകത്ത് അക്കാര്യത്തിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. 5 മന്ത്രി എന്ന കാര്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുമ്പോഴും 4 മന്ത്രി, ഒരു ക്യാബിനറ്റ് റാങ്ക് എന്ന കാര്യത്തിൽ യു ഡി എഫിനകത്ത് ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഈ 5 മന്ത്രിമാർ പോലും തികയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ പട്ടികയിൽ 6 പേരുണ്ട്. അതിൽ ആരെ വെട്ടുമെന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ നിലനിൽക്കുമ്പോൾ പട്ടികയിൽ 6 അല്ല 7 പേരുണ്ട് എന്നുള്ളതാണ് സത്യം. ആ 7 പേരിൽ ആരെ വെട്ടുമെന്ന കാര്യത്തിൽ 5 എണ്ണം ഉണ്ടെങ്കിൽ പോലും 2 പേരെ വെട്ടേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെ 2 പേരെ വെട്ടാൻ നിൽക്കുമ്പോഴാണ് ലീഗ് കോൺഗ്രസ് ഭാഗത്തുനിന്ന് അത് 4 ആക്കി ചുരുക്കാനുള്ള ഒരു ആലോചന നടക്കുന്നു. 4 മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് റാങ്കും. ഇപ്പോഴും ലീഗിന് മുമ്പിൽ കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുപാതിക, നേരത്തെ മാധു സൂചിപ്പിച്ച ആ അനുപാതത്തിന്റെ കാര്യം തന്നെയാണ്. 20 MLA 22 MLA ഉയർന്നിട്ടുണ്ടെങ്കിൽ 38 MLA കോൺഗ്രസ് അത് 63 ആക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആനുപാതികമായ കണക്കെടുത്താൽ അങ്ങനെ ഒരു 5ലേക്ക് പോകുമ്പോൾ അത് മന്ത്രിസഭയ്ക്കകത്തൊരു അനുപാതം കുറയുന്ന കാര്യത്തിൽ, ഇപ്പോൾ സാദിഖ് അൻവർ സാദത്തിന്റെ കാര്യത്തിൽ, ടി സിദ്ദീഖിന്റെ കാര്യത്തിലൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യത്തിലേക്ക് പോകും, സാമുദായിക സന്തുലിതാവസ്ഥയൊക്കെ പരിഗണിക്കുമ്പോൾ. അതുകൊണ്ട് മന്ത്രിസഭയ്ക്കകത്ത് ലീഗിന് 4 മന്ത്രി, ഒരു ക്യാബിനറ്റ് റാങ്ക് പുറത്ത് എന്ന രീതിയിലേക്ക് ഒരു ചർച്ച ഇപ്പോഴും യു ഡി എഫിനകത്ത് നടക്കുന്നു. എന്നാൽ ലീഗ് കേന്ദ്രങ്ങൾ, ലീഗ് നേതാക്കന്മാർ 5 മന്ത്രിമാരെന്നിടത്ത് ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലീഗിൽ മന്ത്രി പട്ടികയിൽ ഇപ്പോൾ 7 പേരുണ്ട് എന്നുള്ളതാണ്. 2 പേരെ ഉറപ്പായും വെട്ടേണ്ടി വരും. അങ്ങനെ വെട്ടുന്നതിൽ തന്നെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ അത് കോൺഗ്രസ് 4ആയി ചുരുക്കിയാൽ ഉണ്ടാവുന്ന ഒരു ഭവിഷ്യത്ത് ലീഗ് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും പാർലമെന്ററി പാർട്ടി യോഗം നടക്കാൻ പോകുന്നു. മന്ത്രിമാരുടെ പേര് പ്രഖ്യാപിക്കാനുള്ള ചുമതല ഈ യോഗത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഏൽപ്പിക്കും. റഹീസ് റഷീദ് കൂടി നമ്മളോടൊപ്പമുണ്ട്. റഹീസ്, ടേം വ്യവസ്ഥ നടപ്പിലാക്കി പ്രശ്നപരിഹാരം, ഈ 7 പേരെയും ഉൾക്കൊള്ളിക്കാനുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ 6 പേരെയെങ്കിലും ഉൾക്കൊള്ളിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ലീഗ് പരിശോധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ ഇടയ്ക്കായിരിക്കും ഈ വീതം വെപ്പ് നടക്കുക?
മധു, ലീഗ് നേതൃത്വത്തോട് സംസാരിക്കുമ്പോൾ, പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് 5 മന്ത്രിയിൽ 4 മന്ത്രിയുടെ കാര്യത്തിൽ ഒരു സംശയവും പാർട്ടിക്കില്ല. അത് നേരത്തെ തീരുമാനിച്ചതാണ്, അതിലൊരു വ്യത്യാസവുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും അവസാനം നേരത്തെ നിശ്ചയിച്ച 5ാമത്തെ മന്ത്രിയായി കണ്ടിരുന്നത് കളമശ്ശേരി MLA VE അബ്ദുൽ ഗഫൂറിനെയാണ്. അബ്ദുൽ ഗഫൂറിൻ്റെ പേരിലേക്ക് വന്ന സമയത്ത് ഏറ്റവും മുതിർന്ന പാർട്ടിയിലെ 4 മുതിർന്ന നേതാക്കൾ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് ആ പദവിയിലേക്ക്, അതായത് 5ാമത്തെ മന്ത്രി പദവിയിലേക്ക് കാസർഗോഡ് ജില്ലയെ പരിഗണിക്കണമെന്നും AK മഷ്റഫിനെ വളരെ സജീവമായിരുന്ന നേതാവാണ്. അതിനുശേഷം പക്ഷേ ഈ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട വലിയ നിശബ്ദതയാണ് ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്, ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ദിരാഭവനിലേക്ക് ഷാഫി പറമ്പിൽ എത്തുകയാണ്. നമ്മൾ റഹീസ് റഷീദിലേക്ക് പോവുകയാണ്. റഹീസ്, ടൈം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് PC വിശ്വനാഥിന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകേണ്ടി വന്നത്. ആ കണക്ക് എങ്ങനെയാണ് ലീഗിന്റെ മനസ്സിൽ നിലവിലുള്ളത്? അവസാനത്തെ 5ാമത്തെ മന്ത്രി കാര്യത്തിൽ VE അബ്ദുൽ ഗഫൂർ വേണോ AK മഷ്റഫ് വേണോ എന്ന കാര്യത്തിൽ ലീഗ് തീരുമാനമെടുത്തിട്ടില്ല. അല്പസമയം മുമ്പ്, അതായത് ഒരു 10 മിനിറ്റ് മുമ്പ് വരെ PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഇത് സംബന്ധിച്ച് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ PK കുഞ്ഞാലിക്കുട്ടി ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് 2.5 വർഷം വീതം 5ാമത്തെ മന്ത്രി, 4 മന്ത്രി അവർ ഓൾറെഡി തീരുമാനിച്ചു എന്ന് പറയുന്നു. VE അബ്ദുൽ ഗഫൂർ ആദ്യ ടീമിൽ ആദ്യ 2.5 വർഷം മന്ത്രിയാവട്ടെ, പിന്നീട് 2.5 വർഷം AK മഷ്റഫ് മന്ത്രിയാവട്ടെ എന്നൊരു ടേം PK കുഞ്ഞാലിക്കുട്ടി സാദിഖ് അലി തങ്ങളുടെ മുമ്പിൽ വെച്ചതായാണ് മനസ്സിലാക്കുന്നത്. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന MLA-മാരുടെ യോഗത്തിന് ശേഷം അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. മുതിർന്ന നേതാക്കൾ, അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞാൽ പാർട്ടിയിലെ പോർട്ട്ഫോളിയോ നോക്കിയാൽ ഏറ്റവും മുതിർന്നു നിൽക്കുന്ന 4 നേതാക്കൾ AK മഷ്റഫിന് മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ആശയക്കുഴപ്പം മാത്രമാണ് ഉള്ളതെന്ന് നേതാക്കൾ പറയുന്നു. മറ്റൊന്ന്, 5 മന്ത്രി ഉണ്ടോ എന്ന കാര്യത്തിൽ ലീഗ് നേതൃത്വത്തിന് ഒരു സംശയവുമില്ല. നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളോടും സംസാരിച്ചിരുന്നു. ക്യാമറയ്ക്ക് മുമ്പിൽ അവർ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിച്ചപ്പോൾ 5 മന്ത്രി എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല, മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, അത് ഉറപ്പായും ഞങ്ങൾക്ക് കിട്ടും, 5 മന്ത്രിമാരെ ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയുമാണ് എന്ന് പറയുന്നു. അതായത് ലീഗിന് അക്കാര്യത്തിൽ ഒരു കോൺഫറൻസ് പ്രശ്നമില്ല, 5 കിട്ടും എന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി